പേജ് നമ്പർ 46 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ ട്രയാങ്കിൾ ജോയിനിങ് ദ നമ്പേഴ്സ് 1, 4, 8. ഒരു ട്രയാങ്കിൾ നമുക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് 1, 4, 8. എന്താണ്? ഒരു ക്ലോക്കിനകത്ത് 1, 4, 8 കൂടെ ജോയിൻ ചെയ്ത് നമ്മളൊരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ 4ഉം ആംഗിൾ 8ഉം ആംഗിൾ 1ഉം എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എന്താ അവിടെ കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ 1 എത്രയാണെന്ന് കണ്ടുപിടിക്കണം, ആംഗിൾ 4 എത്രയാണെന്ന് കണ്ടുപിടിക്കണം, ആംഗിൾ 8 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എന്താ മക്കളെ, ഒരു ക്ലോക്ക് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ക്ലോക്കിനകത്ത് ഈ നമ്പർ സൂചിക്കകത്ത് 1 എന്നും 4 എന്നും 8 എന്നും പറയുന്ന നമ്പറിലേക്ക് നമ്പറുകൾ ജോയിൻ ചെയ്ത് നമ്മളൊരു ട്രയാങ്കിൾ ഫോം ചെയ്തേക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം, ഈ ഒരു ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം, ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ നിങ്ങൾ, ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഇവിടെ ഈ ആംഗിൾ 4 കണ്ടുപിടിക്കണം. ഇത് സെന്ററാണ്. ഈ സെൻട്രൽ ആംഗിൾ അറിയാമെങ്കിൽ നമുക്ക് എന്താണ്, ഇത് നേരെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രൽ ആംഗിൾ അറിയാമെങ്കിൽ നമുക്ക് എന്താണ്, ഈ ആംഗിൾ ഓരോന്നും കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇത് നമ്മൾ നേരെ ജോയിൻ ചെയ്തു, ഇത് ഇങ്ങോട്ട് ജോയിൻ ചെയ്തു, ഇത് നേരെ ഇങ്ങോട്ട് ജോയിൻ ചെയ്തു. അപ്പം ഈ ഒരു സെൻട്രൽ ആംഗിൾ നമുക്കറിയാമെങ്കിൽ എന്താണ്, ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? ഈ ഒരു സെൻട്രൽ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ അതിന് ഓപ്പോസിറ്റ് ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഈ ഒരു സെൻട്രൽ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ അതിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ 4 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഇവിടെ എന്താണ്, നമുക്ക് ഈ സെൻട്രൽ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്കറിയാം, ഒരു ക്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ എവിടെയാണ് മൊത്തം സ്റ്റാർട്ട് ചെയ്യണം? 12, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അങ്ങനെ 12 hours. ഇത് നമ്മൾ 12 hour ആണ് വരുന്നത് ഒരു പ്രാവശ്യം റൗണ്ട് ചെയ്ത് വരുമ്പോൾ. അപ്പം ഈ ഒരു സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം വരുമ്പോൾ എത്രയായിരിക്കും? 360 ആയിരിക്കും അല്ലേ? മൊത്തം ഇതിൻ്റെ മെഷർമെൻറ്റ് ആംഗിൾ, സെൻട്രൽ ആംഗിൾ 360 ഡിഗ്രി ആയിരിക്കും. അതിനെ നമ്മൾ എത്ര ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യണമെന്ന് നോക്കിയാൽ 12ഉം 6ഉം കൂടെ ഡിവൈഡ് ചെയ്യാം. അതുപോലെ 1ഉം 7ഉം, അതുപോലെ 2ഉം 8, അതുപോലെ 9ഉം 3ഉം. ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കറക്റ്റ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 12 ഈക്വൽ പാർട്സ് ആയിട്ട് നമുക്ക് ഈ വരുന്ന ഈ ഓരോ ആംഗിൾസും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 1 ആംഗിൾ എന്ന് പറയുന്നത് എന്താ കിട്ടണത്? ഇവിടെ 1 സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 360 ഡിവൈഡഡ് ബൈ എത്ര ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യണത്? 12 ഈക്വൽ പാർട്സ് ആയിട്ട്. അപ്പം 12 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പം നമുക്കിവിടെ എത്ര കിട്ടും? 360നെ 12 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത ഓരോ പാർട്ടും എത്രയായിരിക്കും? 30 ഡിഗ്രി വീതമായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിയ മക്കളെ, 1 ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും? 360 ഡിഗ്രിയാണ്. അങ്ങനെ 12 ഈക്വൽ പാർട്സ് ഉണ്ട്. അപ്പോൾ ഓരോ ആംഗിളും, ഓരോ സെൻട്രൽ ആംഗിളും എത്ര വീതമായിരിക്കും? 30 ഡിഗ്രി വീതമായിരിക്കും. ഇവിടെ 30 ആയിരിക്കും, ഇവിടെ 30 ആയിരിക്കും, ഇവിടെ 30 ആയിരിക്കും, ഇവിടെ 30 ആയിരിക്കും, ഇവിടെ 30 ആയിരിക്കും അല്ലേ? ഓരോ ആംഗിളും 30 ഡിഗ്രി വീതമായിരിക്കും. ഇനി നമ്മൾ ഈ നമുക്ക് കണ്ടുപിടിക്കുന്ന ഈ പിക്ചറിലേക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഈ 1 എന്ന് വരുമ്പോൾ നമുക്ക് ഇത് കണ്ട ഒരു ആംഗിൾ ഇവിടെയായി, 2, 3 ആയി. കണ്ട, ഈ ഒരു സെൻട്രൽ ആംഗിൾ മേക്ക് ചെയ്യുന്നത് എവിടെ തൊട്ട് എത്ര വരെയാണ്? 1 മുതൽ 4 വരെയാണ്. അപ്പം ഇവിടെ എത്ര ഉണ്ടെന്ന് നോക്കിയാൽ ഇതൊരു 30 വരും, ഇതൊരു 30, ഇതൊരു 30. അപ്പം ഇവിടെ ഒരു 30 വരും, ഈ ഒരു ആംഗിൾ 30, ഇതൊരു 30 വരും, ഇതൊരു 30 വരും. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെൻട്രൽ ആംഗിൾ മേക്ക് ചെയ്യുന്നത് എത്രയായിരിക്കും? 30, 30, 30. അപ്പം 3 × 30 വെച്ച് 90 ഡിഗ്രി ആയിരിക്കും ഇവിടെ വരുന്ന സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി കിട്ടും. ഓക്കെ. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നോക്കുക, ഇതൊരു 30 ഡിഗ്രി വരും, ഇതൊരു 30 ഡിഗ്രി വരും, ഇതൊരു 30 ഡിഗ്രി വരും, ഇതൊരു 30 ഡിഗ്രി വരും. അപ്പോൾ എത്രയായിരിക്കും ഇവിടെ വരുന്നത്? 1, 2, 3, 4 ആംഗിൾ വരുന്നുണ്ട്. അപ്പം 4 × 30 വരുമ്പോൾ ഈ സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി വരും. ഇവിടെ എത്ര കിട്ടും? 120 ഡിഗ്രി വരും. ഇനി അടുത്തത് നമ്മൾ ഇവിടെ നോക്കിക്കേ, ഈ ഒരു ആംഗിൾ ഇവിടെ, 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 ഇവിടെ. അപ്പോൾ അതാണ് ഈ ഒരു കോഡ് മേക്ക് ചെയ്യുന്നത്. ഇതാണ് ഇവിടെ തൊട്ട് ഇവിടം വരെ ഉള്ള ആംഗിളാണ്. അപ്പോൾ 1, 2, 3, 4, 5 എണ്ണം വരും. അപ്പോൾ അവിടെ എത്ര വരും? 5 × 30 ദാറ്റ് ഈസ് ഈക്വൽ ടു 150 ഡിഗ്രി വരും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കേ, ഈ സെൻട്രൽ ആംഗിൾസ് എല്ലാം നമ്മളിവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞു.
അപ്പോൾ ഇവിടെ നമുക്ക് സെൻട്രൽ ആംഗിൾസ് എല്ലാം കിട്ടിക്കഴിഞ്ഞു അല്ലേ. ഇനി നേരെ പകുതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഓരോ ആംഗിളുമായി. അപ്പോൾ ഈ ഒരു ആംഗിൾ 120 ആയ അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ അല്ലേ ഈ 1 എന്ന് പറഞ്ഞ്. അപ്പോൾ ആംഗിൾ 1 എന്ന് പറഞ്ഞാൽ ഏത് ആംഗിളിന് ഓപ്പോസിറ്റ് ആണെന്ന് നോക്കിയാൽ ഈ 120 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ 120 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും ആംഗിൾ 1 എന്ന് പറഞ്ഞത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി കിട്ടും. ഇനി ആംഗിൾ 8 എങ്ങനെയാണ് കിടക്കുന്നത് നോക്കിയേ. ഏതാണ് സെൻട്രൽ ആംഗിൾ വരുന്നതെന്ന് നോക്കിയേ. ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റാണ് വരുന്നത്. കണ്ടോ ഇവിടെ നിന്ന് വന്നെ ഇതേ കോഡിൽ നിന്ന് പോയേക്കണം, ഈ പോയിന്റിൽ നിന്ന് പോയേക്കണം. രണ്ട് കോഡാണ് ഈ രണ്ട് കോഡ്. അപ്പം ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ പകുതി ആയിരിക്കും? ഈ 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ 8 എന്ന് പറഞ്ഞാൽ 90 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി വരും. ഇനി ഇവിടെ നോക്കിക്കേ, ഈ ആംഗിൾ നമ്മൾ ആംഗിൾ 4 എടുക്കണം. ആംഗിൾ 4 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഏത് ആംഗിളിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയാണ്? ഇത് കണ്ടോ, ഈ ഒരു ആംഗിളിന് നേരെ കിടക്കണ ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ ഇത്. അപ്പം ഈ ഒരു രണ്ട് കോഡിൽ നിന്ന് ജോയിൻ ചെയ്ത് വന്നേക്കണ ആംഗിളാണിത്. ഈ ആംഗിൾ എന്തിൻ്റെ പകുതിയായിരിക്കും? ഈ സെൻട്രൽ ആംഗിൾ 150യുടെ പകുതിയായിരിക്കും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ 4 ഈക്വൽ ടു 150 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 75 ഡിഗ്രി വരും. അപ്പോൾ നമുക്ക് ഓരോ ആംഗിളുമായി ആംഗിൾ 1, ആംഗിൾ 8, ആംഗിൾ 4 ഇതുപോലെ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സെക്കൻഡ് പാർട്ടോടെ ഉണ്ട്. ഹൗ മെനി ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ക്യാൻ ബി മേക്ക് ബൈ ജോയിനിങ് ദ നമ്പർ ഓഫ് ക്ലോക്ക് ഫേസ് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണേ. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? 3 സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതിൻ്റെ ഓരോ ആംഗിളും എത്ര വീതമായിരിക്കും? 60 ഡിഗ്രി വീതമായിരിക്കും. അപ്പോൾ ഈ ആംഗിൾ 60 ആയിരിക്കും, ഇവിടെ ആംഗിൾ 60 ആയിരിക്കും, ഇവിടെ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ 60 വരണമെങ്കിൽ ഇത് മേക്ക് ചെയ്യുന്ന സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഇതിൻ്റെ ഡബിൾ ആയിരിക്കും, 120 വരണം അല്ലേ. ഇവിടെ 60 വരണമെങ്കിൽ ഈ ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്ന, ഇവിടെ ഇങ്ങോട്ട് നോക്കുക, ഇത് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര? ഈ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ 60 വരണമെങ്കിൽ ഇത് 120 വേണം അല്ലേ. ഇനി ഇവിടെ 60 വരണമെങ്കിൽ ഇത് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര വേണം? 120 ഡിഗ്രി വേണം. അപ്പം നമുക്ക് സെൻട്രൽ ആംഗിൾ എത്ര വന്നാൽ നമുക്ക് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റും? 120 വീതം വന്നാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് ഇക്വലാറ്ററൽ ട്രയാങ്കിളായി വരും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഈ ക്ലോക്കിലേക്ക് നമ്മൾ വന്നു. ഏതൊക്കെ ആംഗിൾ എത്ര എണ്ണം? 120 വരണമെങ്കിൽ എത്ര 30 വേണം? 4 30 വേണ്ടേ? കാരണം 4 ഇൻറ്റു 30 ആണ് 120 വരുന്നത്. അപ്പം 4 നമ്പേഴ്സ് തമ്മിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താവും? 120 4 നമ്പേഴ്സ് ഇവിടെ നിന്നോട്ട് വേണ്ടോ, ഇത് ഇവിടെ നിന്നോട്ട് ഇങ്ങനെ 1 2 3 4 ഉണ്ടോ. ഇങ്ങനെ 4 എണ്ണം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 120 ആവും. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് 1 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ നമ്പർ 1ൽ നിന്ന് എടുത്തു കഴിയുമ്പോൾ 5 വന്നാൽ നമുക്ക് ഒരു സൈഡായി. വീണ്ടും ഇവിടെ നിന്ന് എത്ര വരണം എന്ന് നോക്കിയേ. 1 2 3 4. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നിന്ന് ഈ പോയിന്റ് ഇതായിരിക്കും ഒരു കോർണർ പോയിന്റ്. അപ്പോൾ ഈ കോർണർ പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡാവും. ഇനി ഇത് രണ്ടും തമ്മിൽ ഈ 1ഉം 9ഉം കൂടെ ജോയിൻ ചെയ്താൽ നമുക്ക് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളായി. അപ്പോൾ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ 60 ഡിഗ്രി വെച്ചുള്ള ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും. ഇനി നമ്മളിത് രണ്ടിലാണ് എടുക്കണമെന്ന് ചോദിച്ചു. 2 എന്ന പോയിന്റിൽ എടുത്ത അടുത്ത ഇക്വലാറ്ററൽ ട്രയാങ്കിൾ നമുക്ക് ജോയിൻ ചെയ്യാം. ഇവിടെ 2. അപ്പോൾ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ നോക്കുക, നമ്മൾ ഇവിടെ നിന്ന് ഇത് 1 2 3 4 എണ്ണം വരും. അപ്പോൾ ഒരു പോയിന്റ് 2ൽ എടുക്കുമ്പോൾ ഏതായിരിക്കും നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്? 2ഉം 4ഉം കൂടെ നമ്മൾ ജോയിൻ ചെയ്യണം. 2 4ഉം കൂടെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു സൈഡായി. വീണ്ടും ഇവിടെ നിന്ന് 4നും എടുക്കണം. 1 2 3 4. അപ്പോൾ അടുത്ത കോർണർ ഏതായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 6ഉം 10ഉം ആയിരിക്കും അടുത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഏതാ? 2ഉം 10ഉം തമ്മിൽ ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇക്വലാറ്ററൽ ട്രയാങ്കിളായി. വീണ്ടും അടുത്ത് നമ്മൾ 3ൽ എടുക്കാം. 3ൽ എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാം. 1 2 3 4. അപ്പോൾ ഒരു കോർണർ 7ആയി. അപ്പോൾ നമുക്ക് അടുത്ത ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഏതാ? ദാറ്റ് ഈസ് ഈക്വൽ ടു 3 7. ഇനി അടുത്ത് വരുമ്പോൾ 1 2 3 4. അപ്പോൾ അടുത്ത കോർണർ എന്ന് പറഞ്ഞാൽ 11ൽ വരും. അപ്പോൾ ഇവിടെ നമ്മൾ ജോയിൻ ചെയ്തു. ഇനി അടുത്ത ഏതാണ്? അപ്പം 3ഉം 11ഉം കൂടെ ജോയിൻ ചെയ്ത് നമുക്ക് മൂന്നാമത്തെ ഇക്വലാറ്ററൽ ട്രയാങ്കിളായി. അടുത്ത് നമ്മൾ 4ൽ നിന്ന് എടുക്കണം. 1 2 3 4. അപ്പോൾ ഇവിടെ ഇത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്തു ഒരു സൈഡായി. പിന്നെ ഇവിടെ നിന്ന് വീണ്ടും 1 2 3 4. അപ്പോൾ 8ഉം 12ഉം കൂടെ ജോയിൻ ചെയ്ത് അടുത്ത ഇക്വലാറ്ററൽ ട്രയാങ്കിളായി. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ കോർണർ എല്ലാം കൂടെ നോക്കിയേ. 1ൽ എടുത്തപ്പോൾ നമുക്ക് ഇവിടെ ഒരെണ്ണം,
പിന്നെ നമ്മൾ കിട്ടിയത് 5 പിന്നെ 9. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആംഗിൾ ഏതാ 159 വരും. ഇനി രണ്ടാമത് എടുത്തപ്പോൾ 2 6 10 2 6 10. ഇനി അടുത്ത എടുത്തപ്പോൾ ഏതായിരുന്നു 3 എടുത്തപ്പോൾ 3 7 11. ഇനി 4 എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് 4 ഇവിടെ വരുമ്പോൾ 4 8 12 4 8 12. അപ്പം നമുക്ക് എത്ര ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ് നമുക്ക് ഹൗ മെനി ഇക്വലാറ്റർ ട്രയാങ്കിൾ എന്ന് നമുക്ക് ചോദിച്ചാൽ എത്ര ട്രയാങ്കിൾ കിട്ടി? ഇത് 1 ഇത് 2 ഇത് 3 ഇത് 4 ഇക്വലാറ്റർ ട്രയാങ്കിൾ ആയിരിക്കും. അപ്പം നമ്മൾ നമ്പർ എത്രയായിരിക്കും? therefore നമ്പർ ഓഫ് ഇക്വലാറ്റർ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇക്വലാറ്റർ ട്രയാങ്കിൾ ഈക്വൽ ടു 4 ഇക്വലാറ്റർ ട്രയാങ്കിൾ നമുക്ക് ഇത് വെച്ച് കണ്ടുപിടിക്കാവുന്നതാണ്. നമ്പർ ഓഫ് ഇക്വലാറ്റർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആയിരിക്കും. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു എക്സാമ്പിളോടെ നോക്കാം. എ ട്രയാങ്കിൾ ഡ്രോൺ ജോയിനിങ് ദ നമ്പേഴ്സ് ഓഫ് 2 5 9 ഫൈൻഡ് ദ ആംഗിൾ ഓഫ് 2 5 9 കണ്ടുപിടിക്കണം. ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ 2 കണ്ടുപിടിക്കണം, ആംഗിൾ 5 കണ്ടുപിടിക്കണം, ആംഗിൾ 9 കണ്ടുപിടിക്കണം. ഇവിടെ നമുക്കറിയാം മൊത്തത്തിലുള്ള ഇത് എത്ര ഡിഗ്രി ഓരോ ഈ 2 to 3 3 to 4 ഓരോന്നും എത്ര ഡിഗ്രിയാണെന്ന് നമ്മൾ ഇതിന് ക്വസ്റ്റിനകത്ത് പഠിച്ചേക്കണം. 30 ഡിഗ്രിയാണ്. കാരണം ഈ ക്ലോക്കിനെ നമ്മൾ 12 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ വരുന്ന മെഷർമെൻറ്റ് 360 ഡിഗ്രിയാണ്. അതിനെ 12 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ പാർട്സും 30 ഡിഗ്രി വെച്ച് വരും അല്ലേ? അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ അറിയാമെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഏത് ചോദിച്ചാലും ഇതുപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 30 ഡിഗ്രിയാണ് ഓരോ ഈക്വൽ പാർട്സും നമ്മൾ ഇതിന് മുമ്പിലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്കിവിടെ ഈ ഒരു ആംഗിൾ 2ഉം 5ഉം കൂടെ ജോയിൻ ചെയ്യണം. എത്ര ആംഗിൾ? ഈ സെൻട്രൽ ആംഗിൾ അറിയാമെങ്കിൽ നമുക്ക് എന്താണ് ഈ ആംഗിൾ 9 കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ ഫസ്റ്റ് വൺ നോക്കിയേ, ഈ 2 3 4 എത്ര എണ്ണം വരുന്നുണ്ട്? 1 2 3 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഇവിടെ വരുന്നത്? ഈ 1 ഓരോന്നും എത്ര പാർട്ടാണ്? 30 ഡിഗ്രിയാണ്. ഇത് 30 ആണ്, ഇത് 30 ആണ്, ഇത് 30 ഡിഗ്രിയാണ്. അപ്പോൾ മൊത്തം ഈ ഒരു സെൻട്രൽ ആംഗിൾ ഈ ഒരു നമ്പർ 2ഉം 5ഉം നമ്മൾ എത്രയാണ് എൻഡ് വരുന്നത്? ഒരു 30 30 30 330 വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ 3 × 30 90 ഡിഗ്രി വരും. അപ്പോൾ ഈ സെൻട്രൽ ആംഗിൾ നമുക്ക് എത്ര കിട്ടി? 90 ഡിഗ്രി കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഈ രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്ത് സർക്കിളിലേക്ക് വരുന്ന ഈ ഒരു പോയിന്റ് ഏതാന്ന് പറഞ്ഞാൽ 9 അല്ലേ? അപ്പോൾ ഈ സെൻട്രൽ ആംഗിളിൻ്റെ നേരെ ഹാഫ് ആയിരിക്കും ആംഗിൾ 9. അപ്പോൾ നമുക്ക് വേറെ ഈസി ആയിട്ട് എഴുതാം. ആംഗിൾ 9 ഈസ് ഈക്വൽ ടു 9/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി എന്ന് വരും. അപ്പോൾ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി വരും. നമുക്ക് ആൻസറായി. ഇനി ഇവിടെ നോക്കിക്കേ, നമുക്ക് ഈ ഒരു ആംഗിൾ ഇത് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെൻട്രൽ ആംഗിൾ കിട്ടും. ആ സെൻട്രൽ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ ആംഗിൾ 2 ആയില്ലേന്ന് നോക്കിയേ. അപ്പോൾ ഇത് ജോയിൻ ചെയ്യാൻ നേരത്തെ എത്ര എണ്ണം വരുന്നു നോക്കിയേ? 1 2 3 4 എണ്ണം വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വരും? 4 × 30 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി വരും. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ 120 വരും. അപ്പോൾ അതിൻ്റെ നേരെ ഹാഫാണ് ഈ രണ്ട് പോയിന്റ്സുകൾ സർക്കിളിലേക്ക് ജോയിൻ ചെയ്ത് വരുമ്പോഴാണ് 2 എന്ന കോർണർ നമുക്ക് കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ആംഗിൾ 2 എന്ന് പറഞ്ഞാൽ ഇത് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ നേരെ ഹാഫ് 120 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി വരും. ഇനി ഇവിടെ നോക്കുക, ഈ ഒരു ഈ ഒരു ആംഗിൾ അറിയാമെങ്കിൽ ഈ രണ്ട് പോയിന്റ്സും തമ്മിൽ ജോയിൻ ചെയ്ത് വരുന്ന കോഡ് വരുന്നതാണ് ഏതെന്ന് പറഞ്ഞാൽ 5 എന്ന വെർട്ടെക്സ് അല്ലേ? 5 എന്ന പോയിന്റ്. അപ്പം ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ അറിയാമെങ്കിൽ അതിൻ്റെ നേരെ ഹാഫ് എടുത്താൽ പോരെ. അപ്പം ഇത് എവിടെ നിന്ന് കണ്ടുപിടിക്കും? 1 2 3 4 5. അപ്പോൾ അവിടെ എത്ര വരും? 5 × 30 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 150 ഡിഗ്രി വരും. അപ്പം ഈ ഒരു ആംഗിൾ 150 ഡിഗ്രി വരും. അപ്പോൾ ഇതിൻ്റെ നേരെ പകുതി എത്രയായിരിക്കും? ആംഗിൾ 5 എന്ന് പറയുന്നത് 150 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 75 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇങ്ങനെ നമുക്ക് എത്ര ആംഗിൾ തന്നാലും നിങ്ങൾ ഏത് പ്രോബ്ലത്തിലാണെങ്കിലും ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ വരച്ച് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഈ ഒരിനകത്ത് ഇപ്പം നമുക്ക് വരുന്ന ആംഗിൾ 4നകത്തും 7നകത്തും 11നകത്തുമുള്ള ഇത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. ആംഗിൾ 4 ആംഗിൾ 7 ആംഗിൾ 11 ഇതുപോലെ വരച്ച് ഒരു എക്സാമ്പിൾ തനിയെ ചെയ്യുക.